അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ഇന്ന് നോക്കാനുള്ളത് 3-ാം ക്ലാസ് തജ്വീദ് വിഷയത്തിൽ നിന്നും കൊല്ലപരീക്ഷയിൽ വന്നതായ ചോദ്യങ്ങളും അതുപോലെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. മുകളിൽ നിന്ന് യോജിച്ചത് താഴത്തേക്ക് എഴുതിയെടുക്കുക. 1. ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ. ഇഖ്ഫായിന് എത്ര അക്ഷരങ്ങളുണ്ട്? 15 അക്ഷരങ്ങളാണ് എന്തിനുള്ളത്? ഇഖ്ഫായിനുള്ളത്. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത്. നബി തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. അതാണ് ഏറ്റവും വലിയ മുഅ്ജിസത്ത്. കുറേ മുഅ്ജിസത്ത് ഉണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ടതാണ് ഖുർആൻ ഷരീഫ്. 3. ഹൽക്കിൻ്റെ ഹർഫുകൾ. ഹൽക്കിൻ്റെ ഹർഫുകൾ എത്ര എണ്ണമാണ്? 6. മുകളിൽ കാണാം 6. ഇനി 4. നാവിൽ 10 സ്ഥാനങ്ങളിൽ നിന്നായി 18 പുറപ്പെടുന്ന അക്ഷരങ്ങൾ എത്രയാണ്? നാവിൽ 10 സ്ഥാനങ്ങളിൽ നിന്നായി പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഇതവിടെ ഉണ്ട്. 18 അക്ഷരങ്ങളാണ്. ഇനി അടുത്തത് 5. ജൗഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജൗഫ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മുകളിൽ കാണാം വായയുടെ ഉൾഭാഗം. ജൗഫ് ചിലപ്പോൾ അർത്ഥം ചോദിക്കൂട്ടോ. ജൗഫ് എന്ന് മാത്രം തരും, അതിൻ്റെ അർത്ഥം എഴുതാൻ വരും. അപ്പോൾ വായയുടെ ഉൾഭാഗം. ഇനി അടുത്തത് തരിമൂക്കിൽ നിന്ന് പുറപ്പെടുന്ന പേര്. തരിമൂക്കിൽ നിന്ന് അതിന് പറയുന്ന പേരെന്താ? ഖൈഷൂം. ഇനി അടുത്ത പ്രവർത്തനം തെറ്റ് ശരിയാക്കി എഴുതാം. ഇതിലുള്ള താഴത്ത് കാണുന്ന വരികളിൽ തെറ്റും ഉണ്ടാകും, അത് തിരുത്തി ശരിയാക്കി എഴുതാം. 1. ഹറഫ് പുറപ്പെടുന്ന സ്ഥാനം. അതിന് പറയുന്നത് സിഫാത്ത് എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് ശരിയാണോ? അല്ല, സിഫാത്ത് അല്ല, തെറ്റാണ്. ഏതാണത്? മഖ്റജ്. മഖ്റജാണ് ഹറഫ് പുറപ്പെടുന്ന സ്ഥാനം. 2. മണിക്കേണ്ടുന്ന ഹറഫുകൾ മീമും റാവുമാണ്. തെറ്റല്ലേ? മണിക്കേണ്ട ഹറഫുകൾ ഏതൊക്കെയാണ്? 1. സുക്കൂനുള്ള മീമും അതുപോലെ നൂനും. ഇനി അടുത്തത് പദത്തിൻ്റെ അവസാനത്തിൽ സുക്കൂൻ വരികയില്ല. ശരിയാണോ? പദത്തിൻ്റെ അവസാനത്തിലാണോ? അല്ല, ഇത് തെറ്റാണ്. പദത്തിൻ്റെ ആദ്യത്തിൽ കേട്ടോ, അങ്ങനെയാണ്. പദത്തിൻ്റെ ആദ്യത്തിൽ സുക്കൂൻ വരികയില്ല. ഇനി അടുത്തത് 4. ഫതഹിനെ നീട്ടാൻ കസിറിനെ ഉപയോഗിക്കാം. ഫതഹിനെ നീട്ടാൻ കസിറിനെയാണോ ഉപയോഗിക്കുക? ഫതഹിനെ നീട്ടാൻ ഉപയോഗിക്കേണ്ടതാണ് അതെ, അലിഫ്. ഫതഹിനെ നീട്ടാൻ അലിഫ് ഉപയോഗിക്കാം. അലിഫാണ് കേട്ടോ, അലിഫ് ഉപയോഗിക്കാം. ഇനി അടുത്ത പ്രവർത്തനം ഓരോ ഉദാഹരണം എഴുതാം. ഓരോന്നിനും ഓരോ ഉദാഹരണം എഴുതി കൊടുക്കുക. ഇങ്ങനെയുള്ള പ്രവർത്തനം ചിലപ്പോൾ വരും കേട്ടോ. 1. ഇദ്ഗാമും ബിഗുന്ന. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ സൂറത്തുകളൊക്കെ നിങ്ങൾ ഓതി പഠിച്ചതല്ലേ, അപ്പോൾ അതിലത്തെ ഉദാഹരണം എഴുതിയാലും പ്രശ്നമില്ല. അവിടെ ഉദാഹരണം കിട്ടിയാൽ മതിയെന്ന് മാത്രം. ഇദ്ഗാമും ബിഗുന്ന. ഇദ്ഗാമും ബിഗുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്കിനായ നൂനിൻ്റെ ശേഷോ അതല്ലെങ്കിൽ തൻവീൻ്റെ ശേഷോ 4 അക്ഷരങ്ങളുണ്ട്. നൗമി എന്ന കൂട്ടിയക്ഷരം, അതായത് നൂന് വാവ് മീമ് യാ. ഇതിലേതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ എന്തെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഏതിനു ശേഷം? സുക്കൂള നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം അവിടെ ഇദ്ഗാംബി ഒന്നയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇദ്ഗാംബി ഒന്നക്ക് ചെറിയ സൂറത്തുകളിൽ നിന്നും ഒരു ഉദാഹരണം കണ്ടെത്താം. ഒന്നുവാണെങ്കിൽ മിമ്മർഖദിന. പാഠഭാഗത്തിൽ മിമ്മർഖദിന
എന്നുള്ള ആയത്ത് തരുന്നുണ്ട്. അതല്ലെങ്കിൽ മിമ്മ ഇമ്മഹീൻ. രണ്ടാമത്തത് ഇദാമും ബിലാ ഗുന്ന, മണിക്കൽ കൂടാതെ ഇദാം ചെയ്യേണ്ടതിൻ്റെ. ഒരു ഉദാഹരണം മിർ റസൂലിൻ, മിർ റസൂലിൻ. മറ്റൊന്ന് ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അത് പറ്റും. മൂന്നാമത്തത് ഇഖ്ലാബ്. ഇഖ്ലാബിൻ്റെ ഉദാഹരണം മിൻ ബഅദു, മിൻ ബഅദു. അതുപോലെ കിറാമിൻ ബററ, കിറാമിൻ ബററ. അതുപോലെ അടുത്തത് ഇഖ്ഫാ. ഇഖ്ഫായിൻ്റെ ഉദാഹരണം അൻതും, അൻതും. അതല്ലെങ്കിൽ മൻ തസക്ക, അതുമല്ലെങ്കിൽ അദ്നിൻ തജ്രി. ഇതൊക്കെ അതിൽ ഉൾപ്പെടുത്താം. ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. ചോദ്യം 1, ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫുകൾ ഏതൊക്കെയാണ്? വാവ്, ബാ, മീം. ഇതൊക്കെയാണ് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ഇനി 2, തൊണ്ടയുടെ മുകൾ അറ്റത്ത് അറബിയിൽ പറയുന്ന പേര്. തൊണ്ടയുടെ മുകൾ അറ്റം, അതിന് അറബിയിൽ അദ്നൽ ഖൽഖ്, അദ്നൽ ഹൽഖ് അങ്ങനെയാണ് പറയാം. അടുത്തത് തൊണ്ടയുടെ താഴെ അറ്റത്തിന് അറബിയിൽ പറയുന്നത്, താഴെ അറ്റത്തിന് അഖ്സൽ ഹൽഖ്, അഖ്സൽ ഹൽഖ്. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാമെന്നുള്ളതാണ്. ചോദ്യം 1, മണിക്കൽ ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? മണിക്കുക എവിടെ നിന്നാണ്? അത് തരിമൂക്കിൽ നിന്നാണ്, തരിമൂക്കിൽ നിന്ന്. 2, സുക്കൂനുള്ള നൂനാണെന്ന് മനസ്സിലാക്കണം. ഏതിനെ? അതിൻ്റെ ഉത്തരം ചില നൂനുകൾക്ക് ഒന്നും കാണുകയില്ല, അവസാനത്തിൽ ഒന്നും കാണില്ല. ചില നൂനിൻ്റെ മുകളിൽ എന്ത് ചെയ്യില്ല? സുക്കൂന് കാണൂല. അപ്പോൾ മനസ്സിലാക്കേണ്ടത് അവിടെ എന്താണ്? സുക്കൂനുള്ള നൂനാണ് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് കള്ളികൾ യോജിച്ചവ കൊണ്ട് പൂർത്തിയാക്കാം. 1, ഇൽഹാർ. ഇൽഹാറിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വെളിവാക്കൽ, മണിക്കരുത് എന്ന് കൊടുത്തിട്ടുണ്ട്. 2, ഇദ്ഗാം ബിഗുന്ന. ഇദ്ഗാം ബിഗുന്ന എന്താണ് അതിൻ്റെ? ശബ്ദോടുകൂടി മണിക്കുക എന്നതാണ് ഇദ്ഗാം ബിഗുന്ന. 3, ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കൽ കൂടാതെ ഇദ്ഗാം ചെയ്യാം. ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കൽ കൂടാതെ ഇദ്ഗാം ചെയ്യാം. ഇനി ഇഖ്ലാബ്, അവിടെ എന്താ ചെയ്യേണ്ടത്? ഇഖ്ലാബ് അത് മീമായി മറിച്ചു മണിക്കലാണ്. അവസാനത്തത് ഇഖ്ഫാ, ഇഖ്ഫായിൻ്റെ തരിമൂക്കിലേക്ക് മറച്ചു മണിക്കുക. അപ്പോൾ തജ്വീദിലെ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.